ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പൈങ്കുളം വായനശാല ദേശവിളക്കിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മുടെ വായനശാലയിൽ അയ്യപ്പൻ്റെ പാട്ടുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തലേ ദിവസം പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, വിളക്കെണ്ണ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഏട്ടൻ മലക്കി പോകുന്നത് കാരണം മലക്കി പോണ കിറ്റും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മ വരുമ്പോൾ പനനൊങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടും തണുപ്പും, എന്താ പറയുക, തണുപ്പാണോ ചൂടാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. തീരെ വയ്യ കേട്ടോ. ഭയങ്കര കഫക്കെട്ടും ചുമയും ജലദോഷവും ഒക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ദേശവിളക്കിന് എനിക്ക് ഐസ്ക്രീം തിന്നാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മളിതാ വൈകുന്നേരത്ത് വിളക്കെണ്ണ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തറവാട്ടിൽ ഇതാ നക്ഷത്രമൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ് നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷിക്കണതാണല്ലോ നമ്മുടെ പതിവ്. എല്ലാ പരിപാടികളും നമ്മൾ മാക്സിമം കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാറുണ്ട് കേട്ടോ. ഇതുവരെയായിട്ടും അതിനൊരു മുടക്കം വന്നിട്ടില്ല. മുടക്കം വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പിന്നെ അതാ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മുതൽ വായനശാല വരെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 3-4 വർഷമായിട്ടുള്ള ഈ ലൈറ്റിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് ആദ്യമൊന്നും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ട്യൂബ് ലൈറ്റ് മാത്രമേ വെക്കലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് ഈ മാല ബൾബ് പോലത്തൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ അയ്യപ്പൻ്റെ പടമൊക്കെ നല്ല അടിപൊളി മാല ബൾബൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ വെക്കാനൊക്കെ തുടങ്ങിയിട്ട്. മുന്നൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആകെ എന്താ പറയുക, കാലം മാറിയപ്പോൾ കോലം മാറി എന്ന് പറയാൻ പറ്റുമല്ലോ, അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ. ഞാൻ കറക്റ്റ് ഇങ്ങനെ ഫോട്ടോ കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ ലൈറ്റൊക്കെ കുറച്ചൊക്കെ നോക്കുകയാണ്. പക്ഷെ ആമി ഒക്കത്തിരിക്കുന്നത് കാരണം എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പന്തൽ വർക്കൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളിൽ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം പോലെ ഒരു നമ്മുടെ വാഴയുടെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. രാത്രി മുതൽ പുലർച്ചെ വരെ ഇവർക്ക് ഇത് ഉണ്ടാക്കൽ തന്നെയായിരുന്നു കേട്ടോ പണി ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഇങ്ങനെ റെസ്റ്റ് എടുക്കും. പിന്നെ അവർക്ക് തലേദിവസം സ്വാമിമാർക്ക് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അറിയുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഏട്ടന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ ഇവിടുന്ന് വൈകുന്നേരം പോയപ്പോൾ വീണ്ടും ഒന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ദാമിക്കുട്ടി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യപ്പനെ നല്ല കിടിലം പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണിത് ഇങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഉറങ്ങാനും. നമ്മുടെ വീട്ടിൽ വരെ പാട്ടൊക്കെ കേൾക്കൂട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് വീട്ടിലേക്ക് പോകാനുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ARM മൂവിൻ്റെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ലൈസും മിച്ചറും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീടാണിത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നമ്മുടെ 4 കെട്ട് വീടാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത് പാലുകാച്ചിൽ കഴിഞ്ഞിട്ടുള്ളൂ. കിട്ടിലും വീടാണ്. പക്ഷേ ഉള്ളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ അതാ നമ്മുടെ കിട്ടുന്നവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്കിനി നാളികേരം ഒരു 7-8 നാളികേരത്തിൻ്റെ ആവശ്യമാണ്. അതൊക്കെ നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ചിരണ്ടണം. ചിരണ്ട എന്നാണ് കേട്ടോ നമ്മളിവിടെ പറയുക. ബാക്കിയുള്ളവർത്തൊക്കെ എന്താ പറയാമെന്ന് അറിയത്തില്ല. എല്ലാ സ്വാമിമാരും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. അതിൻ്റെ ഇടയ്ക്ക് ആമിക്കുട്ടി മിഠായി വേണം, പാപ്പു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയണൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മളൊരു 6 തേങ്ങയാണ് കേട്ടോ ഇതേപോലെ പൊളിച്ചിട്ട് ചിരണ്ടിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അനുഗ്രഹം മേടിക്കണമല്ലോ. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. നമ്മളിനി അടുത്ത മാസം അമ്മേനെ ഒരു 3-4 ദിവസം കൊണ്ടുവന്ന് നിർത്താനൊരു പ്ലാനിങ് ഉണ്ട്. അമ്മേനെ അഥവാ കൊണ്ടുവന്നാലും അമ്മയ്ക്ക് നിൽക്കാൻ അധികം സമയം ഉണ്ടാവില്ല. ആകെ 3 ദിവസമേ ഉള്ളൂ. ഏട്ടനാണെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അമ്മേനെ കൊണ്ട് കറങ്ങാനും എവിടേക്കെങ്കിലും പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോസ് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.